സന്തോഷപൂർണമായൊരു സന്ദർഭം. 5 നൂറ്റാണ്ടുകളുടെ പരിശ്രമത്തിൻ്റെയും തപസ്സിൻ്റെയും സാഫല്യം ഭാരതത്തിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ വലിയൊരു പ്രതിഷ്ഠാ സന്ദർഭം. അതാണ് ഈ യുഗാബ്ദം 5125 പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിക്ക് അയോധ്യയിൽ സംഭവിക്കുന്നത്. ഈ ഒരു ദിവസത്തെ കേവലമൊരു ക്ഷേത്രപ്രതിഷ്ഠയായിട്ടല്ല നമ്മൾ കാണുന്നത്, മറിച്ച് ലോകത്തിലേത് രാജ്യത്തായാലും മതാധിഷ്ഠിത അധിനിവേശ ശക്തികൾ അധിനിവേശം ചെയ്താൽ, ആക്രമിച്ചാൽ, അവരെ അടിമകളാക്കി വയ്ക്കാൻ വേണ്ടി ആ ദേശത്തിൻ്റെ തനത് ദേശീയ ബിംബങ്ങളെ, ജനസമൂഹത്തെ ദേശവുമായി ബന്ധിപ്പിക്കുന്ന പൊക്കിൾക്കൊടി ബന്ധങ്ങളെ അവർ നശിപ്പിക്കാറുണ്ട്. ആ നിലയ്ക്കാണ് സപ്തമോക്ഷപുരികളിൽ ഒന്നാമത്തെ അയോധ്യയെ തകർത്തതും അവിടെ ബാബറിൻ്റെ പേരിൽ, അല്ലാഹുവിൻ്റെ പേരിലല്ല, ബാബറിൻ്റെ പേരിൽ മസ്ജിദ് പണിതതും. അധിനിവേശ ശക്തിയിൽ നിന്ന് മോചനം നേടുമ്പോൾ, രാഷ്ട്രം സ്വതന്ത്രമാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവരേൽപ്പിച്ച മുറിപ്പാടുകളെ ഇല്ലാതാക്കലാണ്. വർഷങ്ങളേറെ നീണ്ടിട്ടാണെങ്കിലും സുദീർഘമായ നിയമയുദ്ധത്തിൻ്റെ ഒടുവിൽ അത് നമുക്ക് സാധിച്ചു. ഈ ഒരു സന്ദർഭം സമാഗതമാവുകയാണ്. ജനുവരി 22-ാം തീയതി ബാലരാമൻ്റെ പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ ജന്മസ്ഥാനത്ത് സംഭവിക്കുകയാണ്. വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഉപാസനാ ബലത്തോടൊത്ത കർമ്മികൾ, ഉപാസകന്മാർ, തീർത്തും വ്യത്യസ്ത തരംഗദൈർഘ്യങ്ങളോട് കൂടിയ ദേവതാഭാവങ്ങളുടെ ആ ഒരു ശക്തിയെ അല്ലെങ്കിൽ സ്പന്ദനത്തെ തന്നിലേക്ക് ആവാഹിച്ച് മൊത്തം സമാജത്തിൻ്റെ ശ്രേയസ്സും പ്രേയസ്സും ഉദ്ദേശിച്ചുകൊണ്ട് ദീർഘകാലം ആ ഒരു ചൈതന്യം ലോകാനുഗ്രഹപ്രദമാകും വിധം നിലനിൽക്കട്ടെ എന്ന് സങ്കല്പിച്ച് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠയിൽ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഭാരതത്തിൻ്റെ വലിയൊരു വീണ്ടെടുക്കൽ സന്ദർഭമാണ്. നവഭാരതത്തിൻ്റെ, നമ്മുടെ സങ്കല്പം പറയട്ടെ, അഖണ്ഡ ഭാരതത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയാണ്. എല്ലാ സജ്ജനങ്ങളുടെയും പൂർണ്ണമായ ശ്രദ്ധ ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം.